മൈത്രി ബുക്സ് പ്രസിദ്ധീകരിക്കുന്ന ലിപി പറഞ്ഞ കഥ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങുകൾ ആരംഭിക്കുന്നു. അതിഥികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഷിൻലാൽ. ഡോക്ടർ ബി ബാലചന്ദ്രൻ രചിച്ച കുട്ടികൾക്കായിട്ടുള്ള നോവലാണ് ലിപി പറഞ്ഞ കഥ. ഇത് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് മൈത്രി ബുക്സ് ആണ്. പ്രകാശന ചടങ്ങുകൾ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ഏവർക്കും അറിയുന്നത് പോലെ ലിപി ഒരു വലിയ പ്രശ്നമണ്ഡലമായി തീരുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സാമാന്യ നല്ല വിദ്യാഭ്യാസം നേടിയ ആളുകൾക്കും മലയാളം എഴുതാൻ അറിഞ്ഞുകൂടാ എന്ന വലിയ പരാതി ഉയരുന്ന ഒരു കാലത്ത് നമ്മുടെ പാഠപുസ്തകങ്ങൾ ലിപി കൂടാതെ അച്ചടിക്കുന്നു, അക്ഷരമാല അച്ചടിക്കാത്ത പാഠപുസ്തകങ്ങൾ എന്നുള്ള വലിയ വിവാദമുണ്ടാകുന്നു. പണ്ടൊക്കെ ഞങ്ങളൊക്കെ സാക്ഷരതാ പ്രവർത്തകരായിരുന്ന ആളുകളാണ്. ഇല്ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകളെ അക്ഷരം പഠിപ്പിക്കാനാണ് നമ്മളെ അന്ന് നിയോഗിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമുക്ക് പലപ്പോഴും മലയാള അക്ഷരം പഠിപ്പിക്കേണ്ടി വരുന്നത് ലിറ്ററേറ്റ് ആയ ആളുകളെയാണ്. അതുകൊണ്ട് പഠിച്ചവനെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായ ഒരു കാലത്ത് ലിപിയെ ഫോക്കസ് ചെയ്തുകൊണ്ട് ദീർഘകാലം വിദ്യാഭ്യാസ പ്രവർത്തകനായിരുന്ന ഒരാൾ, കുട്ടികളോടൊപ്പം കുട്ടികളുടെ ജീവിതത്തോട് അടുത്തിടപഴകിയിരുന്ന അധ്യാപകനായിരുന്ന ഒരാൾ, ദീർഘകാലം അക്ഷരം പഠിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ഒരാൾ, ആ മേഖലയിലെ ഇടപെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ടാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. വളരെ സരളമായി, വളരെ കുട്ടികൾക്ക് വളരെ താല്പര്യം തോന്നുന്ന തരത്തിൽ അക്ഷരങ്ങളെയും അതിൻ്റെ പിന്നിലത്തെ കാര്യങ്ങളെയും പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഇത് നിൽക്കുന്നത്. മലയാള ഭാഷയുടെ കാര്യത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ അക്ഷരങ്ങളുടെയൊക്കെ കാര്യത്തിൽ ഒരു രണ്ടാമത്തെ ബ്രേക്ക് ഉണ്ടാവുന്നത് നമ്മുടെ ഓൺലൈനിൽ ഭാഷ ഉപയോഗിക്കാൻ തുടങ്ങിയ ഒരു കാലം മുതലാണ്. നിങ്ങൾക്കറിയാം, കേരളത്തിൽ ജീവിക്കുന്ന അത്രയും തന്നെ മലയാളികൾ കേരളത്തിന് പുറത്തും ജീവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം മലയാളം ഒരു ഭാഷയായി ഉപയോഗിക്കാൻ പറ്റാതിരുന്ന ഒരു കാലത്ത് ഇംഗ്ലീഷോ മറ്റു ഭാഷകളോ മാത്രം ഉപയോഗിക്കാൻ വിധിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് ആണ് ഈ ഓർക്കുട്ട് പോലെ, ഫേസ്ബുക്ക് പോലെയൊക്കെ ഉള്ള വാട്സപ്പൊക്കെ പോലുള്ള പുതിയ സംവിധാനങ്ങൾ വരുന്നത്. അങ്ങനെ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നു കൊണ്ടും തൻ്റെ ഭാഷയിൽ നമുക്ക് മറ്റൊരു കോണിലിരിക്കുന്ന ആളോട് സംസാരിക്കാനോ ചാറ്റ് ചെയ്യാനോ പറ്റുന്ന തരത്തിൽ ഈ യൂണിക്കോഡുകളൊക്കെ ഉണ്ടാവുന്നത് ഒരു വലിയ ബ്രേക്കാണ്. ഭാഷയുടെ ഒരു വലിയ വ്യാപനത്തിന് തന്നെ, ഒരു രണ്ടാം ഉണർവിന് തന്നെ കാരണമായി തീർന്നിട്ടുള്ളതാണ്. അവിടെ അത്തരം ഫോണ്ടുകളൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് യഥാർത്ഥത്തിൽ സർക്കാരൊന്നുമല്ല, അതിന് മുൻകൈ എടുത്തിട്ടുള്ളത് ചില മനുഷ്യരുടെ വോളണ്ടറിയായ അധ്വാനമാണ്. അപ്പോൾ ആ നിലയിലുള്ള ഒരു ഡിജിറ്റൽ ഉണർവ് കൂടി ഉണ്ടായി തീർന്ന ഒരു കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. ഭാഷയെ അതിൻ്റെ എല്ലാ അർത്ഥത്തിലും, ശബ്ദത്തിലും അതിൻ്റെ എഴുത്തിലും എല്ലാം നിലനിർത്തുന്ന പ്രക്രിയകളിൽ ഇടപെടുന്ന മനുഷ്യരുടെ വലിയ അധ്വാനം അതിൻ്റെ പുറകിലുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്നിട്ടുള്ള ഭാഷാ സമരങ്ങളുണ്ട്. അതെല്ലാം വിലമതിക്കുന്നതാണ്. അത്തരം ഇടപെടലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലായിട്ടാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഇതിൻ്റെ അധ്യക്ഷനായിരിക്കുന്നത് ഡോക്ടർ മനോജ് വെള്ളനാടാണ്. പ്രശസ്തനായ ന്യൂറോ സർജനും അതിനേക്കാൾ പ്രശസ്തനായ മലയാളത്തിൻ്റെ ചെറുകഥാകൃത്തുമാണ് മനോജിനെ സാദരം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് പ്രകാശനം ചെയ്യുന്നത് തെക്കൻ ഭാഷയെയും, തെക്കൻ തിരുവിതാംകൂറിൻ്റെ ഭാഷയെയും ജീവിതത്തെയും മലയാളത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്ന വളരെ പ്രശസ്തരായ രണ്ട് നോവലിസ്റ്റുകൾ, ചെറുകഥാകൃത്തുകൾ ചേർന്നിട്ടാണ്. ഒന്ന് പി കെ സുധി, മറ്റൊന്ന് ഷിനിലാൽ. രണ്ടുപേരും ഉണ്ട്. രണ്ടുപേരെയും ആദരപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് ഏറ്റുവാങ്ങുന്നത് ഇടിഞ്ഞാർ ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയായിട്ടുള്ള ആര്യ അശോകാണ്. ആര്യ മുകേഷാണ്. ആര്യ അശോക് എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. ആര്യ മുകേഷാണ്. ആര്യയെ സസന്തോഷം ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ എന്തുകൊണ്ടും യോഗ്യയായ ആര്യയെ സസന്തോഷം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
പുസ്തക രചയിതാവായിട്ടുള്ള ഡോക്ടർ ബി ബാലേന്ദ്രൻ വേദിയിലുണ്ട്. ബാലേന്ദ്രനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈത്രി ബുക്സ് ആണ്. മൈത്രി ബുക്സിൻ്റെ അമരക്കാരൻ ലാൽ സലാമുണ്ട്. പ്രത്യേകിച്ച് അക്കാദമിക രംഗത്തൊക്കെയുള്ള പുസ്തകങ്ങൾ മറ്റാരും ഈ ലാഭേച്ഛ നോക്കി പ്രസിദ്ധീകരിക്കാൻ മടിക്കുന്നൊരു കാലത്ത് ഇത്തരം പുസ്തകങ്ങളെ രംഗത്ത് കൊണ്ടുവരുന്ന ലാലിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷ ഭാഷണത്തിനായി അധ്യക്ഷനെ മനോജനെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ബാലേന്ദ്ര സാറ് ഇങ്ങനൊരു പുസ്തകത്തിൻ്റെ കാര്യം കുറച്ച് ദിവസം മുമ്പാണ് പറയുന്നത് തന്നെ. ഒരു 2 ആഴ്ചക്കകത്തേ ആയിട്ടുള്ളൂ. അന്ന് ഈ ലിബി പറഞ്ഞ കഥ ബാലസാഹിത്യ നോവൽ ആണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് ലിബി എന്ന് പറയുന്ന ഒരു കുട്ടി പറയുന്ന ഒരു കഥ. അപ്പോൾ ബാലസാഹിത്യമാകുമ്പോൾ നമ്മൾ അങ്ങനെ ആയിരിക്കുമല്ലോ കരുതുന്നത്. പക്ഷേ പുസ്തകം വായിച്ച് തുടങ്ങുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ശരിക്കും ലിബി എന്ന് പറയുന്ന കുട്ടിയല്ല, നമ്മളുടെ ശരിക്കുമുള്ള അക്ഷരമാലയിലെ ലിബിയുടെ പരിണാമ ചരിത്രത്തെ പറ്റിയുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു നോവലാണ്. അത് ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ അക്കാഡമിക് തലത്തിൽ നിൽക്കേണ്ട ഒരു സാധനമാണ് ശരിക്കും. എന്നാൽ അതേ സമയം തന്നെ അതിന് വളരെ വളരെ ഭംഗിയായിട്ട് വളരെ മനോഹരമായിട്ട് അതിനെ ഒരു ബാലസാഹിത്യ നോവലാക്കി മാറ്റാൻ ബാലേന്ദ്ര സാറിന് സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ആശുപത്രി കയറി റൗണ്ട്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. രാവിലെ ഒരു 1.5 മണിക്കൂർ. അപ്പോൾ അതിന് മുമ്പ് ഈ പുസ്തകമായിട്ടാണ് അവിടെ ചെല്ലുന്നത്. പുസ്തകം കൊണ്ടുവന്ന് ICUവിൽ വെച്ചിട്ടാണ് ബാക്കി റൗണ്ട്സിന് പോയത്. തിരിച്ചു വന്നപ്പോഴത്തേക്കും അവിടെ ICUവിലെ ഒരു സിസ്റ്റർ ഇത് ബുക്ക് എടുത്ത് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് 10-30 പേജോളം പുള്ളിക്കാരി അതിനകത്ത് 1.5 മണിക്കൂറിനകത്ത് പിന്നിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ട്, പോരല്ലേ? പറഞ്ഞു, അയ്യോ നല്ല ബുക്കാണ് എന്നൊക്കെ. ഞാൻ പറഞ്ഞു, കുറച്ച് പോയിന്റ്സ് എന്തെങ്കിലും പറഞ്ഞു തരും, എനിക്ക് അവിടെ പോയിട്ട് എന്തെങ്കിലും പറയാനാണ്. അയ്യോ അതിനൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ എന്ന് വെച്ചാൽ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ അത് വായിച്ചു തുടങ്ങിയ ആൾക്കാർക്ക് പോലും അതൊരു നല്ല രീതിയിൽ അത് എൻ്റർടൈൻ ചെയ്യാൻ കഴിയുന്ന ഒരു പുസ്തകമാണ് ബാലേന്ദ്ര സാറ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ലിപിയുടെ പരിണാമത്തിൻ്റെ, പ്രത്യേകിച്ച് മലയാള ലിപിയുടെ പരിണാമത്തിൻ്റെ ചരിത്രം പറയുന്ന ഒരു ബാലസാഹിത്യ കൃതിയാണ്. ഈ ലിപിയുടെ പരിണാമം പറയുമ്പോൾ പലപ്പോഴും നമ്മൾ വളരെ ചരിത്രവിരുദ്ധമായിട്ടുള്ള സംഗതികൾ പല കാര്യങ്ങളിലും പറയാറുണ്ട്. ഇപ്പം മനുഷ്യൻ്റെ പരിണാമത്തിലാണെങ്കിലും ഒക്കെ നമ്മളിപ്പോൾ പറയും, നമുക്ക് 10,000 വർഷം പഴക്കമുള്ള നമ്മുടെ ചരിത്രം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല കാര്യങ്ങളും നമുക്ക് അത്രയും വലിയ പൈതൃകം നമ്മൾ പേറുന്നു എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ഈ ലിപി നമ്മൾ ഈ 10,000 വർഷം എന്ന് പറയുന്ന സംഗതികൾ എഴുതി ഉണ്ടാക്കാനുള്ള ലിപി ഉണ്ടായിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ എന്നുള്ളത്. ഒരു 3,000-ഓ 4,000-ഓ വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ലിപികൾക്കെന്നുള്ളത്. ഈ ലിപികൾ ഉണ്ടായത് തന്നെ വളരെ കാലത്തിന് ശേഷമാണ്. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ പരിണാമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പറയുന്നത് ഹോമോ സാപ്പിയൻസിൻ്റെ പരിണാമ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ലക്ഷം വർഷത്തെ ചരിത്രം മാത്രമേ ഉള്ളൂ. ആ 2 ലക്ഷം വർഷത്തിൽ ഒരു 12,000 വർഷങ്ങൾക്ക് മുമ്പ് മാത്രമാണ് മനുഷ്യൻ കൂട്ടായിട്ട് ഒരു പ്രദേശത്ത് ജീവിക്കാൻ തുടങ്ങിയത്, കൃഷിയൊക്കെ തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ. അതുവരെയും ഈ പറയുന്ന മനുഷ്യർ ഹണ്ടർ ഗാദറേഴ്സ് ആയിട്ട് പല സ്ഥലങ്ങളിൽ ഓടിച്ചാടി നടന്നിരുന്നു. അന്ന് ഈ പറയുന്ന ഭാഷയോ ലിപിയോ ഒന്നും തന്നെ ആവശ്യമുണ്ടായിരുന്ന കാലഘട്ടമല്ല. എന്നുവെച്ചാൽ എഴുതിയോ ഒന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പിന്നീട് മനുഷ്യൻ കൃഷി തുടങ്ങുകയും മനുഷ്യൻ്റെ ഭക്ഷണം അവൻ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ തന്നെ ഉണ്ടാക്കുകയും അവന് ഓടി നടക്കേണ്ട ആവശ്യകത ഇല്ലാതെ വരികയും ഭക്ഷണ പദാർത്ഥങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയുകയും ആ സൂക്ഷിച്ചു വയ്ക്കുന്നതിൻ്റെ അളവ് കുറച്ചധികം, നമുക്ക് ആവശ്യത്തിലധികം ഭക്ഷണങ്ങൾ സൂക്ഷിച്ചു വയ്ക്കുകയും അതിന് കണക്ക് സൂക്ഷിക്കേണ്ടി വരികയും അങ്ങനെ കണക്കുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഈ അധികമുള്ളത് മറ്റുള്ളവർക്ക് കൈമാറുകയും ചെയ്യുന്ന സമയത്ത് അതിനൊരു കണക്ക് വേണം. ഈ ആറ്റിൽ കളഞ്ഞാലും അളന്ന് കളയണമെന്ന് പറയുന്ന പോലെ അന്നും ആ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് ഈ കണക്കുകൾ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ആദ്യമായിട്ട് ലിപികൾ ഉണ്ടാക്കുന്നത്. അത് പക്ഷേ ഇന്ന് കാണുന്ന പോലെയുള്ള ലിപികളല്ല. അത് ഏതെങ്കിലും ചിഹ്നങ്ങളോ രൂപങ്ങളോ ഒക്കെ എന്തെങ്കിലും ഒക്കെ ഉള്ള അർത്ഥങ്ങളിലുള്ള സംഗതികളായിരുന്നു. അതായിരുന്നു ആദ്യത്തെ ലിപി. പിന്നീട്
പിന്നെ നമുക്ക് ഇന്ന് അറിയാവുന്ന ഏറ്റവും പുരാതനമായിട്ടുള്ള ലിപികളെന്ന് പറയുന്നത് ഹൈറോഗ്ലിഫിക്സ് പോലുള്ള സംഗതികളാണ്. അതൊക്കെ തന്നെയും കളിമണ്ണിൽ ഈ മരക്കമ്പ് കൊണ്ട് കോറിയിടുന്ന ചിത്രങ്ങളായിരുന്നു. അപ്പോൾ അത് തന്നെയും രൂപങ്ങളാണ്, എന്തിൻ്റെയെങ്കിലുമൊക്കെ രൂപങ്ങളാണ്, ചിത്രരചന പോലുള്ള സംഗതികളായിരുന്നു. ഇന്ന് കാണുന്ന പോലുള്ള ഫൊണേഷ്യൻ ലിപികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അക്ഷരത്തിന് ഒരു ശബ്ദം, ഒരു ശബ്ദത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു അക്ഷരം വരുന്ന രീതിയിലുള്ള ലിപികളൊക്കെ ഉണ്ടായിട്ട് ഒരു 3500 വർഷമേ ആയിട്ടുള്ളൂ. അപ്പോൾ ആ ലിപി അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്നതൊന്നും ഇന്ന് നമ്മൾ ഈ കാണുന്ന മലയാള ഭാഷയിലുള്ള ലിപികളൊന്നും അല്ല. അന്ന് ഈ മലയാള ഭാഷ തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന പല രൂപങ്ങളിൽ നിന്നും പരിണമിച്ച് എങ്ങനെയാണ് മലയാളത്തിലെ ലിപികൾ ഇന്നത്തെ രൂപത്തിലേക്ക് മാറിയത് എന്നുള്ളതിൻ്റെ ഒരു ഏകദേശ രൂപം, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ഒരു അക്കാഡമിക് തലത്തിൽ കൂടി നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ പറയുന്നത്. ഇതൊരു ബാലസാഹിത്യ നോവൽ എന്നതിനപ്പുറം നിൽക്കുന്ന ഒരു പുസ്തകമാണ് ഈ പറഞ്ഞ ലിപി പറഞ്ഞ കഥ. ഇപ്പം ബാലേന്ദ്ര സാറിൻ്റെ ക്ലാസ്സുകളൊക്കെ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളൊക്കെ കേട്ടിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഇത് കോറിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ പുസ്തകത്തിലെ രചനാ രീതി ആ ഒരു രീതിയിലാണ്. ഇത് ശരിക്കും ഒരു കൂടുതലും ഇത് സംഭാഷണത്തിൻ്റെ രൂപത്തിലാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. കുറച്ച് കുട്ടികളും, കുറച്ച് അക്ഷരക്കൂട്ടം എന്ന് പറയുന്ന കൂട്ടിലെ കുറച്ച് കുട്ടികളും അവർക്ക് ഈ ലിപികളുടെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന ഒരു അധ്യാപികയും ചേർന്നുള്ള ഒരു, ശരിക്കും പറഞ്ഞാൽ ഒരു നാടകത്തിൻ്റെ ശൈലിയിൽ വേണമെങ്കിൽ നമുക്ക് ഈ അവധിക്കാലങ്ങളിലൊക്കെ കുട്ടികളെ ഇതുപോലെ ഒരു കൂട്ടത്തിൽ കൊണ്ടിരുത്തിയിട്ട് ഇത് കുട്ടികൾ വായിക്കുന്നതിനും അപ്പുറം ഒരാൾ അത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ, ഒരു ടീച്ചറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കുട്ടികളോ ഒക്കെ ഇത് അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ എളുപ്പത്തിൽ ഇത് കുട്ടികൾക്കിടയിലേക്കും അല്ലാത്ത ആൾക്കാരുടെ ഇടയിലേക്കും ഒക്കെ കൺവേ ചെയ്യപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഇതൊരു വളരെ മികച്ച ഒരു ഉദ്യമമാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഒരു ഫിക്ഷൻ ലെവലിൽ നിന്ന് കുറച്ചുകൂടെ മുകളിലേക്കാണ് ഈ പുസ്തകത്തിൻ്റെ സ്ഥാനം എന്നെനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ഇതിൻ്റെ ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുകാർക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള നെടുമങ്ങാട് പ്രദേശങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന അവിടെ ജനിച്ച് വളർന്ന് വരുന്ന കുട്ടികൾ അവരുടേതായ നിഷ്കളങ്കതയോടൊക്കെ പറയുന്ന നമ്മുടേതായ ഭാഷാ ശൈലിയിലാണ് ഈ പുസ്തകം പൂർണ്ണമായിട്ടും എഴുതിയിരിക്കുന്നത്. അവരുടെ സംഭാഷണങ്ങൾ രൂപത്തിലാണ് ഇത് കൂടുതലും വരുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമ്മുടെ പ്രാദേശിക ഭാഷയോടും വളരെയധികം ഒരു സ്നേഹം തോന്നിപ്പിക്കുന്ന ഒരു പുസ്തകം കൂടിയാണ് നമ്മുടെ ലിപി പറഞ്ഞ കഥ എന്ന് പറയുന്നത്. ഒരുപാട് പേര് സംസാരിക്കാനുള്ളത് കൊണ്ടും നമ്മുടെ സമയപരിമിതി കുറവുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ നിർത്തുകയാണ്. അടുത്തതായിട്ട് പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് കടക്കാം. പുസ്തകം പ്രകാശനം ചെയ്യുന്നതിനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റുമാരായ PK സുധിയെയും വി ഷിനിലാലിനെയും ക്ഷണിക്കുന്നു. ഒപ്പം പുസ്തകം ഏറ്റുവാങ്ങാൻ ആര്യ മുകേഷിനെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കാൻ നോവലിസ്റ്റ് PK സുധിയെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബാലേന്ദ്ര സാറിൻ്റെ പുസ്തക പ്രകാശനം എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ആലോചിച്ചത് ആരായിരിക്കും ഏറ്റുവാങ്ങുക എന്നുള്ളതാണ്. അതിൻ്റെ കൗതുകം നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതുപോലെ ഇതൊരു ഇരട്ട പ്രകാശനവും കൂടെയാണ്. ഈ 1,900 എഴുത്തുകാരുടെ ഇടയിൽ നിന്നും അല്ലെങ്കിൽ ബാലേന്ദ്ര സാറിൻ്റെ സൗഹൃദങ്ങൾക്കിടയിൽ നിന്നും എന്നെ കൂടെ ഇതിന് ക്ഷണിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. ഈ ലിപി പറഞ്ഞ കഥ എന്ന പുസ്തകത്തിൻ്റെ രചന ഒരു പക്ഷേ ഞാനതിനകത്ത് എനിക്കത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പുസ്തകം എഴുതുന്നതല്ല, മറിച്ച് സാറ് ഈ പദ്ധതി ഇപ്പോൾ എന്ന് പറയുന്ന അക്ഷരത്തെ ഒടിച്ചു മടക്കി തിരിച്ചിടുന്ന ആ പദ്ധതി ഞാനും സാറും ഒക്കെ പങ്കെടുത്തുള്ള പല കൂട്ടായ്മകളിലും സാറ് കുട്ടികളുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഞാനൊരു ബാലസാഹിത്യം എഴുതാം എന്ന് പറഞ്ഞുള്ള രീതിയിലുള്ള രചന സംഗതി അല്ല ഈ പുസ്തകം. ഇത് സാറിൻ്റെ 10-20 വർഷത്തെ അധ്വാനത്തിൻ്റെ ഗവേഷണത്തിൻ്റെ ഒരു പരിണിത ഫലമാണ്.
അതിനെ വളരെ രസകരമായ രീതിയിൽ കുട്ടികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ അത് സാറ് നോവലിൻ്റെ രൂപത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഈ പുസ്തകം ഏറെ ചർച്ച ചെയ്യപ്പെടും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം നമ്മളെപ്പോഴും വായിച്ചു തുടങ്ങുന്നത്, ഞാൻ വായിച്ചു തുടങ്ങിയത് ഉണ്ണിക്കുട്ടൻ്റെ ലോകമാണ്. എന്നെ ഏറ്റവും ആകർഷിച്ച ആദ്യത്തെ ബാലസാഹിത്യ പുസ്തകം ഉണ്ണിക്കുട്ടൻ്റെ ലോകമാണ്. അപ്പോൾ നമ്മൾ എഴുതാനിരിക്കുമ്പോഴൊക്കെ എങ്ങനെ അതിനെ ബ്രേക്ക് ചെയ്ത് നമുക്ക് പോകാൻ പറ്റും എന്നുള്ള വലിയൊരു ചിന്തയുണ്ട്. അപ്പോൾ അതുപോലെ ആ ചിന്തയെ ബ്രേക്ക് ചെയ്തൊരു പുസ്തകമാണ് ഈ ലിബി പറഞ്ഞ കഥ എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതങ്ങനെ പോകുന്നൊരു പുസ്തകമാണ്. ഇനി ഇത് വായിക്കുന്ന കുട്ടികളിൽ ഈ ബാലസാഹിത്യ കൃതി അവരോടൊപ്പം വളരുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കം ഒന്നുമില്ല. ഇന്നത്തെ കാലത്ത് പുതിയൊരു കാലമാണ്. ഇന്നത്തെ ഈ പുതിയ കാലത്ത് അച്ചടിച്ച പുസ്തകങ്ങൾ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടുന്നത് ഡിജിറ്റൽ മീഡിയയിൽ നിന്നാണ്. ഇത് ലോകപ്രസിദ്ധ ബാലസാഹിത്യകാരന്മാരുടെ കൂടി ആശങ്കയാണ്. പക്ഷേ ഇവിടെ ഒരു ഒരു മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു വിഷയം കുട്ടികളുടെ മുന്നിലേക്ക് കൃത്യമായി അവതരിപ്പിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. പുസ്തകത്തിൻ്റെ മേന്മകളെ കുറിച്ചൊക്കെ നേരത്തെ കുറേ പറഞ്ഞു. ഈ പുസ്തകം കൃത്യമായ ഒരു ടൈമും സ്പേസും അഡ്രസ്സ് ചെയ്യുന്നതായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇത് നമ്മുടെ ഈ കാലത്ത് സംഭവിക്കുന്ന സർക്കാർ സ്കൂളുകളിൽ സംഭവിക്കുന്ന ഒരു വിഷയമാണ്. കാരണം അതിനകത്ത് സ്കൂൾ ഡയറി വരുന്നുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് ഇടപെടൽ വരുന്നുണ്ട്, രക്ഷകർത്താക്കൾ വരുന്നുണ്ട്, നമ്മുടെ കുട്ടികളുടെ അവസ്ഥകളെല്ലാം സാർ കൃത്യമായി അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ഒരു മലയാള ദിനാഘോഷത്തെ തുടർന്ന് ഫെബ്രുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ഈ കഥയുടെ പ്രമേയം. ഇത് കൃത്യമായി 2025 അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. പിന്നെ കൃത്യമായി ഇതിനൊരു സ്പേസും ഉണ്ട്. നമ്മുടെ സർക്കാർ സ്കൂളാണ്, ഒരു പിന്നോക്ക മേഖലയിലുള്ള ഒരു സ്കൂളിലെ കുട്ടികളാണ് ഇതിലെ കഥാപാത്രങ്ങൾ. അവിടെ വരുന്ന ഒരു ജാമില ടീച്ചറാണ് മുഖ്യ കഥാപാത്രം. ഈ കഥാപാത്രത്തെ നമുക്ക് ബാലേന്ദ്ര സാറിൽ കണ്ടെത്താൻ പറ്റും. ഒരു കൃതി എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ മനസ്സുകൂടി പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇതിലെ ജാമില ടീച്ചർ എന്ന് പറയുന്നത് ബാലേന്ദ്ര സാറിൻ്റെ വേറൊരു രൂപമാണ്. അപ്പം ഇവിടെ അധികം സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ 19-ാം നൂറ്റാണ്ട് തുടക്കത്തിലാണ് നമ്മുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ പേറ്റൻറ്റ് ചെയ്ത് തുടങ്ങിയത്. അന്ന് അമേരിക്കയിൽ ആദ്യത്തെ പേറ്റൻറ്റിങ് ഓഫീസർ കുറേ പേറ്റൻ്റൊക്കെ പൂർത്തിയായപ്പോൾ പറഞ്ഞു ഇനി ലോകത്ത് കണ്ടുപിടുത്തങ്ങളൊന്നും ഉണ്ടാകില്ല എന്ന്. അതേപോലെ ബാലേന്ദ്ര സാറിൻ്റെ ഉത്കൃഷ്ടമായ ഒരു കൃതി പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി ബാലേന്ദ്ര സാറിന് നല്ല കൃതികൾ ഉണ്ടാകില്ല എന്നല്ല, മറിച്ച് ആ പാറ്റന്റ് ഓഫീസറെ നമ്മൾ അയാളുടെ വിശ്വാസത്തെ തമസ്കരിച്ചതുപോലെ ഇനിയും നല്ല കൃതികൾ ഉണ്ടാകട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഈ പുസ്തകം നന്നായി വായിക്കപ്പെടട്ടെ, വിലയിരുത്തപ്പെടട്ടെ എന്ന ആശംസയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി സംസാരിക്കാൻ വി ഷിൻലാൽ. എല്ലാവർക്കും നമസ്കാരം. ലിബി പറഞ്ഞ കഥ പ്രകാശനം ചെയ്തു കഴിഞ്ഞു. ഇനി അത് മലയാളത്തിലെ കുട്ടികൾക്ക് സ്വന്തമാണ്. പുസ്തകത്തെക്കുറിച്ചും പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്വീകരിച്ച കുഞ്ഞ് അതിനെക്കുറിച്ച് സംസാരിക്കും. അതുകൊണ്ട് ഞാൻ പുസ്തകത്തിലേക്ക് കടക്കുന്നില്ല. ബാലേന്ദ്ര സാറ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിളായിട്ട് ഇടപെടുന്നത് കുട്ടികളോടെയാണ്. 1000 അല്ലെങ്കിൽ 5000 10,000 കുട്ടികളെ സാറിനെ ഏൽപ്പിച്ചിട്ട് ഒരു മൈക്കും കൊടുത്താൽ ഒരു ദിവസമോ 2 ദിവസമോ ആ കുട്ടികൾ അതീവ ഊർജത്തോടെ ഇരിക്കും. അവർ പാടി ആടി കളിച്ചിരിക്കും. അതേ ഊർജത്തിൽ തന്നെ ബാലേന്ദ്ര സാറും തുടരും. അങ്ങനെ അത്തരത്തിൽ കുട്ടികളുടെ മനസ്സറിഞ്ഞ ഒരാൾക്ക് മാത്രമേ അത് സാധ്യമാവുള്ളൂ. നമ്മളൊക്കെ കുട്ടികളോട് സംസാരിക്കാൻ പോയി നിരന്തരം പരാജയപ്പെടുന്ന ആളുകളാണ്. അവിടെ ചെല്ലും നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ 2 മിനിറ്റിന് പിള്ളേർ അവരുടെ സംസാരവും അവരുടെ ലോകത്തിലേക്ക് പോകും. പക്ഷേ ബാലേന്ദ്ര സാറ് സംസാരിച്ചു തുടങ്ങുമ്പോൾ അത് പിന്നെ പാട്ടായി, കളിയായി, പല രൂപത്തിൽ അത് അവരുമായിട്ട് മിങ്കിളായി അങ്ങനെ അങ്ങ് പോകും. കുട്ടികളുമായിട്ട് ബാലേന്ദ്ര സാർ മുതിർന്നവരോട് എന്ന പോലെ തന്നെ വഴക്ക് കൂടാറുണ്ട്, അവരോട് പിണങ്ങാറുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ അവരുടെ ഒരു മനസ്സുകൂടെ അദ്ദേഹത്തിൻ്റെ പേരിൽ ബാലൻ ഉള്ളതുപോലെ സൂചിപ്പിച്ച് അങ്ങനെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നുണ്ട്. ഒരു പക്ഷേ ആ ബാലനായിരിക്കും ഇതെഴുതുന്ന ചന്ദ്രൻ. സത്യത്തിൽ ലിപി ഉണ്ടായത് ഭാഷയ്ക്ക് മുമ്പാണ്. മനുഷ്യൻ ഭാഷയും നാക്കുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ മനുഷ്യൻ വഴി കിടന്ന കല്ലെടുത്ത് പാറയിൽ എഴുതി ലിപി ഉണ്ടാക്കി. അപ്പോൾ നമ്മുടെ സംസാര ഭാഷയ്ക്ക് മുന്നേ ഉണ്ടായതാണ് ലിപി. ആ ലിപിയാണ് ഇന്ന് കാണുന്ന നമ്മുടെ അപ്പുറത്ത് കാണുന്ന ഇൻഡസ്ട്രി. അത് വലിയൊരു വ്യവസായമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ,
ഈ ലിപിരഹിതമായ മനുഷ്യ സമൂഹത്തെക്കുറിച്ച് ഞാനിവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു. ലിപി ഇല്ലാത്ത മനുഷ്യൻ എന്തായിരിക്കും? ആ നിമിഷം നമ്മൾ ഈ കെട്ടിപ്പടുത്തതെല്ലാം തകർന്ന് നമ്മൾ ആ 20,000 വർഷം മുമ്പുള്ള ഒരു ഗുഹാവാസിയായി മാറും. ആ ലിപിയെക്കുറിച്ചാണ് ബാലേന്ദ്ര സാറിൻ്റെ ബാലപുസ്തകം. അതിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾക്കും ഞങ്ങളുടെ സ്കൂളിനും ഏറ്റവും പ്രിയപ്പെട്ട ബാലചന്ദ്രൻ സാറിന് ലിപിയോടുള്ള ഇഷ്ടം ഈ നോവൽ വായിച്ചപ്പോൾ എനിക്ക് അടുത്തറിയാൻ കഴിഞ്ഞു. ഓരോ ലിപിക്കും അതിൻ്റേതായ ചരിത്രവും പ്രത്യേകതകളും ഉണ്ടെന്ന് ഈ നോവൽ വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. ഈ നോവലിൻ്റെ അവസാന ഭാഗത്ത് ലിപിയുടെ സവിശേഷതകൾ കുട്ടികൾ തന്നെയാണ് കണ്ടെത്തുന്നത്. അതെനിക്ക് ഏറെ ഇഷ്ടമായി. എൻ്റെ നാടിൻ്റെ സംസാര ശൈലിയും വാക്കുകളും ഈ നോവലിൽ പലയിടങ്ങളിലായി എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞങ്ങളെയും ഞങ്ങളുടെ നാടിനെയും ഏറെ സ്നേഹിച്ച അപർണ ചേച്ചിയുടെ ഓർമ്മയ്ക്കാണ് ഈ നോവൽ എഴുതിയതെന്നറിഞ്ഞപ്പോൾ എനിക്കേറെ സന്തോഷം തോന്നി. ഈ നോവലിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭാഗം എറുമ്പോ ഉറുമ്പോ എന്ന കഥയിലെ എയുടെ പഴയ ചിത്രം കാണിച്ചു കൊടുക്കുന്നതാണ്. പൂമൊട്ട് പോലെയാണ് ആ ചിത്രം ഇരുന്നത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, പുസ്തകത്തെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഒരുപാട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചതിൻ്റെ ഒരു ബലമില്ലായ്മ എനിക്കുണ്ട്. അവരെ പോലെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ ട്യൂട്ടോറിയലൊക്കെ പഠിപ്പിക്കുമ്പം നാഗപ്പം പറയും, ഭയങ്കര ക്രൂരനായൊരു അധ്യാപകനായിരുന്നു. അന്ന് തല്ലി കൊല്ലുന്ന ഒരു അധ്യാപകൻ്റെ റോളുണ്ടായിരുന്നു. ഒരു കുട്ടി ബോധം കെട്ട് വീണതിന് ശേഷമാണ് ഞാൻ ഈ തല്ല് അവസാനിപ്പിച്ചത്. പിന്നെ തല്ലിയിട്ടില്ല, മക്കളെയും തല്ലിയിട്ടില്ല. അപ്പം അത്രയും ഭീകരനായ ഒരാളായിരുന്നു. ഈ പരിവർത്തിതനായി ഇവിടെ നിൽക്കുന്നതെന്ന് അറിയുമ്പോൾ നമുക്ക് തോന്നും, എന്തൊക്കെയോ തോന്നും. സജീവ് ഇരിപ്പുണ്ട്, എന്നോടൊപ്പം പ്രവർത്തിച്ച് ബാലേന്ദ്രൻ ഇരിപ്പുണ്ട്, ലക്ഷദ്വീപിൽ പിന്നെ പോയ ബാലേന്ദ്രൻ ഒരു കഥാമത്സരത്തിന് പോകണമായിരുന്നു. അയാൾക്ക് സെനറ്റിലേക്ക് വോട്ട് ചെയ്യണമായിരുന്നു. അപ്പം അവൻ്റെയും പേരൊന്നായതുകൊണ്ട് എൻ്റെ പേരെഴുതി യൂണിവേഴ്സിറ്റിയിൽ എന്തൊക്കെ എഴുതി കൊടുത്തു. അങ്ങനെ ഒരു സമ്മാനം കിട്ടി. അപ്പോൾ എനിക്കൊരു അഹങ്കാരം തോന്നി. നരേന്ദ്രപ്രസാദ് സാർ ഒരു കഥ എഴുതി കൊടുത്ത് വലിച്ചെറി കളഞ്ഞു. ഈ പണി അവസാനിപ്പിക്കണം. ഞാൻ പക്ഷേ അത് അവസാനിപ്പിച്ചില്ല. ഈ മലയാളം അധ്യാപകൻ്റെ ഇൻ്റർവ്യൂവിന് പോയപ്പം ഇയാളാണോ മലയാളം പഠിപ്പിക്കുന്നതെന്ന് PSCയിലെ ഇൻ്റർവ്യൂ ബോർഡിലെ ഒരാൾ ചോദിച്ചു. ഞാൻ തന്നെ പഠിപ്പിക്കുമെന്ന് അന്ന് തന്നെ മനസ്സിൽ കുറിച്ചു. ഞാൻ തന്നെ പഠിപ്പിക്കും. അപ്പം അങ്ങനെ ഒരു സാധനം എൻ്റെ കയ്യിൽ കിടപ്പുണ്ട്. അതൊരു പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് നിന്ന് കിട്ടിയ ഒരു ബലമാണ്. അതൊരിക്കലും മറക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ സഖാവ് KV എന്ന് പറയുന്ന വലിയ നേതാവ് പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് വോട്ട് ചോദിക്കാൻ പോകുമ്പം വോട്ട് കിട്ടില്ല, നമ്മൾ തോക്കുന്ന പാർട്ടിയാണ്, തല്ലുകൊള്ളണം ആളുകളെ കയ്യിൽ നിന്ന്, ഈ മീൻ നാറ്റമുള്ള ഗ്ലാസ്സിൽ വെള്ളം കുടിക്കണം, എന്നിട്ട് നീ ഛർദ്ദിക്കും ആദ്യമൊക്കെ, പിന്നെ ഛർദ്ദിക്കാതാവും. കെവിയുടെ കഫം എൻ്റെ പുറത്ത് വീണിട്ടുണ്ട്, ചുമച്ച് വെച്ചാണ് മനുഷ്യൻ മരിച്ചത്, ഒന്നുമില്ലാതെ മരിച്ചുപോയി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലം വാസ്തവത്തിൽ എൻ്റെ കൃതിയിലുണ്ട്. പ്രിയപ്പെട്ട ഒരുപാട് നല്ല സുഹൃത്തുക്കൾ മരിച്ചുപോയി. ഈ മരണം നമ്മളെ ബാധിക്കും. അത് മറികടക്കാൻ വേണ്ടിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. പ്രധാനമായിട്ടും എൻ്റെ അനിയൻ മരിച്ചത് വ്യക്തിപരമായൊരു സങ്കടം മാത്രമല്ല, അവൻ ഇങ്ങനെ ഉയർന്നു പോകണം, ഞാൻ അക്കാഡമിക്കായിട്ട് ഉയരണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അതുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഗൈഡിനെ ആദ്യം കണ്ടെത്തി തന്നത് അവനാണ്. 22 വയസ്സിൽ ജീവിതം അവസാനിപ്പിച്ചു. രാജേന്ദ്രൻ എന്ന് പറയുന്ന ആൾ എൻ്റെ സുഹൃത്ത്, ക്യാൻസർ വന്ന് മരിച്ചു, ബ്രെയിൻ ട്യൂമർ. അപ്പോൾ അവൻ്റെ ആത്മസുഹൃത്തായിരുന്നു. എല്ലാവർക്കും നമുക്ക് മനസ്സിലാവില്ല നമ്മളെ, പക്ഷെ അവന് മനസ്സിലാവുമായിരുന്നു. ഉത്തമൻ മരണപ്പെട്ടു. അതിനു മുമ്പേ സെബാസ്റ്റ്യൻ മരിച്ചുപോയി. ഇരിഞ്ചയം സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വലിയ മനുഷ്യനാണ്. ഈ ഗോത്രവിഭാഗ ജനതയ്ക്ക് ജീവിതം ഇല്ല എന്ന് എന്നോട് പറഞ്ഞത്. അവനാണ് എന്നെ കൊണ്ട് വയനാട് മുതൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആദിവാസി മേഖലകളിൽ എന്നെ സഞ്ചരിപ്പിച്ചത്, സങ്കടം കണ്ടത്. അപ്പം ഞാൻ അവിടെ അവരുടെ വീട്ടിലൊക്കെ കിടക്കുമ്പോൾ എനിക്ക് അസ്വസ്ഥതയുണ്ട്. അപ്പോൾ പറഞ്ഞു, നിനക്കൊരു ഫ്യൂഡൽ സൂക്കേടാണ് നിൻ്റെ ഈ അസ്വസ്ഥത, നീ ഇത് കുടഞ്ഞു കളയണം, നിന്നോട് തന്നെ നീ സമരം ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. എന്നെക്കാളും 1 വയസ്സിന് എളുപ്പമാണ്. ഞാൻ ആ സമരം തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇതുവരെ. എന്നെക്കാൾ 1 വയസ്സിന് എളുപ്പമുള്ളപ്പോൾ അവനും പെട്ടെന്ന് എന്നെ വിട്ടുപോയി. അവനാണ് എൻ്റെ ഈ വളർച്ചയ്ക്ക് കാരണം. എൻ്റെ മക്കൾ ചോദിക്കും, ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് PhD തന്നത് സെബാസ്റ്റ്യനാണെന്ന് ഞാൻ പറയും.
അപ്പോൾ പറഞ്ഞു അച്ഛനല്ലേ ഇത് എഴുതിയതെന്ന്. ഞാൻ പറഞ്ഞു അവൻ പറഞ്ഞു തന്നു, ഞാൻ എഴുതി എന്ന്. എനിക്കങ്ങനെയാണ് ഇഷ്ടം. എൻ്റെ നാട്ടുകാർ, എൻ്റെ സമൂഹം തന്നതിൻ്റെ ഒരു ബലമാണ്. ഇടിഞ്ഞാർ സ്കൂളിലേക്ക് കബീറാണ് എന്നെ കൊണ്ടുപോകുന്നത്. പണ്ട് നമ്മുടെ ഷാജഹാൻ ഹോട്ടൽ നെടുമങ്ങാടുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സി, അത് നമ്മുടെ DU ആയിരുന്ന ആളാണ്. അദ്ദേഹത്തിന് ഷാജഹാൻ ഹോട്ടലിൽ അവസാനം വലിയ നിരയിൽ ആളുകളെ ഇരുത്തിയിട്ട് ഇറച്ചി കൊടുക്കുമായിരുന്നു, ഫ്രീ ആയിട്ടാണ് പാവങ്ങളെ ഇരുത്തിയിട്ട്. എന്നെ കണ്ണ് തുറപ്പിച്ചൊരു സംഭവമാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ആ ഹോട്ടൽ പൂട്ടിപ്പോയി. കബീറും അങ്ങനെ ചെയ്യുമായിരുന്നു. കബീറാണ് എന്നെ ഇടിഞ്ഞാർ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് 2015. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ല, ആ ബസ്സിൽ യാത്ര ചെയ്യാണ്. പിന്നെ ഷിനു, ഷിൻലാൽ, ഒരുപാട് ആളുകൾ ഇവിടെ, മുരുകൻ, നമ്മുടെ രാജീവൻ കുന്നത്തുണ്ട്. ഇത്തരം ആളുകളെല്ലാം അവരറിയാതെ തന്നെ സമ്മാനിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളം സമിതി നെടുമങ്ങാട്, BS രാജീവ് ആദ്യത്തെ കവിതകളൊക്കെ അടിക്കുമ്പോൾ തന്നെ ഒപ്പമുണ്ട്. ഞാൻ വലിയ എഴുത്തുകാരനാണ്. അതുപോലെ ഒപ്പം ഉണ്ടായിരുന്ന പഠിപ്പിച്ച ഇയാൾ ചായം ധർമ്മരാജൻ മരിച്ചുപോയി. എന്തൊരു ഗംഭീര കവിയാണ്. മലയാളം അത് കണ്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു കോക്കസിലാണ് ഈ സംഭവം പോകുന്നത്. അപ്പോൾ എൻ്റെ പുസ്തകം ആരും വാങ്ങിയില്ലെങ്കിൽ എനിക്ക് പരാതിയൊന്നുമില്ല. ലാൽസലാം അത് സഹിച്ചോളും. ഭയങ്കര കോക്കസിലാണ് സംഭവം പോകുന്നത്. രാഹുൽ ദേഷ്യം വന്നാലും എനിക്ക് പ്രശ്നമില്ല. അപ്പോൾ കോക്കസിൽ പെടാത്ത ആളുകൾ ഭയങ്കര പീഡനം അനുഭവിക്കുക. എത്രയെങ്കിലും കാലം കഴിഞ്ഞ് ഒരുപക്ഷെ കണ്ടെത്തിയെന്നിരിക്കും. ഇപ്പോൾ പൂക്കാസാക്കി അകത്ത് തന്നെ കോക്കസ് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ചില ആളുകൾ കോർണർ ചെയ്യപ്പെടും. അപ്പോൾ അതറിയാതെ പോകും. ചില നല്ല പുസ്തകങ്ങൾ ആളുകൾ വായിക്കാതെ ആവും. അത് അങ്ങനെയുള്ളൊരു അവസ്ഥ സംഭവിക്കാതെയും പോകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. നമ്മുടെ ലാൽസലാം വളരെ സാഹസികമായിട്ടാണ് ഈ പുസ്തകം അടിച്ചത്. അയാൾ ഉള്ളതുകൊണ്ടാണ് ഈ പുസ്തകം പബ്ലിഷ് ചെയ്തത്. അല്ലെങ്കിൽ ഈ പുസ്തകം ഒരിക്കലും വെട്ടം കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വിളിച്ച എല്ലാവരോടും സ്നേഹം. ഡോക്ടർ മനോജ്, അനിൽ വെങ്കോട്, ഇവരെല്ലാം ഉണ്ട്. എല്ലാവരോടും. ഇനി ഞാൻ ദിവ്യയൊക്കെ വിളിക്കാതെ വന്നവരാണ്. ഇപ്പം എന്നോടുള്ള വലിയ സ്നേഹം കൊണ്ട് ബാലേന്ദ്രൻ വന്നിട്ടുണ്ട്, ഈ കുട്ടി വന്നിട്ടുണ്ട്. ഇവള് നിമിഷ കവിയാണ് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഒരു കവിത ഉണ്ടാക്കും. അതിശക്തിയായിട്ട് പറയുന്നില്ല, അത്രയും സർഗാത്മകതയുള്ളൊരു കുട്ടിയാണ് അവൾ. മിടുക്കിയായൊരു കൊച്ചാണ് അവൾ. അതുകൊണ്ട് അവൾക്ക് വളരെ അർഹതയുണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ലിപിക്കുള്ളിൽ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ഈ ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അക്ഷരമാല വലിയ പ്രശ്നമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അത് ഒരു ആവശ്യമില്ലാത്തൊരു വിവാദമായിരുന്നത്, സംവാദമേ അല്ലായിരുന്നു അത്. യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒരു കൊച്ചു വരയിന്ന് ഡെവലപ്പ് ചെയ്താണ് ഇതുണ്ടായത്. നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, ഒരുപാട് ട്രാഫിക് ലംഘനങ്ങളോട് കൂടിയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിർത്താതെ എഴുതണം. അതിനുവേണ്ടി എന്തെല്ലാം ലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. കുട്ടികളെ പേടിപ്പിച്ചിട്ടാണ് ഇത് പഠിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങനെ പേടിപ്പിക്കേണ്ട ഒരു സംഗതിയില്ല എന്ന തരത്തിൽ അതിനെ പ്രശ്നവൽക്കരിക്കാവുന്നതാണ്. അതിൻ്റെ ഒരു ശ്രമമാണ് ക്ലാസ് മുറികളിൽ നടന്നത്. ആ ശ്രമത്തിൻ്റെ ഒരു ആത്യന്തിക ഫലമായിട്ടാണ് ഇത് ഇങ്ങനെ ഒരു പുസ്തകമാക്കി തീർക്കാം എന്ന് കരുതിയത്. അത് പുസ്തകമായി തീർന്നു. ബാക്കി അത്യാവശ്യം ആരെങ്കിലും വായിച്ചിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ഞാനതിന് പറയാൻ അർഹനയല്ല. എല്ലാവർക്കും സന്തോഷം. നമ്മുടെ സമയം അതിക്രമിച്ചു. എന്നാലും ഔപചാരികമായി നന്ദി പറയുന്നതിന് മൈത്രി ബുക്സിൻ്റെ ലാൽസലാമിന്. മാത്രമല്ല, ഈ പുസ്തകം വാങ്ങണ്ട എന്ന് ബാലേന്ദ്ര സാറ് പറഞ്ഞാലും വാങ്ങുക, വായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുട്ടികൾക്ക് ഈ പുസ്തകം പകർന്നു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. കാരണം തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട പുസ്തകമാണ്. പ്രത്യേകിച്ചും ആദ്യം സ്വാഗത പ്രസംഗം പറഞ്ഞ പോലെ ലിപികൾ എന്ന് നമുക്ക് തന്നെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്ത് അത് തിരിച്ചു പിടിക്കേണ്ട ഒരു ആവശ്യമാണ്. അപ്പോൾ അതിൻ്റെ ചരിത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു ആവശ്യമാണ്. തീർച്ചയായിട്ടും വായിച്ചിരിക്കേണ്ട, പകർന്നു കൊടുക്കേണ്ട സാധനമാണ് ലാൽസലാം. നമ്മുടെ ഈ പ്രകാശന ചടങ്ങിൻ്റെ നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേർക്കും, വേദിയിലും സദസ്സിലുമുള്ള മുഴുവൻ പേർക്കും മൈത്രി ബുക്സിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.